നിത്യവും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് വ്യായാമത്തിലൂടെ തൻ്റെ ശരീരത്തെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു ജയേട്ടൻ. എന്നാൽ തൻ്റെ ശരീരത്തിന് വേണ്ടി അദ്ദേഹം അതുമാത്രമല്ല ചെയ്തുകൊണ്ടിരുന്നത്. താൻ കൊണ്ടുവന്ന ശരീരത്തിലേക്ക് യാതൊരുവിധ ലഹരി വസ്തുക്കളും അദ്ദേഹം നിക്ഷേപിച്ചിരുന്നില്ല. താൻ കൊണ്ടുവന്ന ശരീരം എന്ന് പറഞ്ഞാൽ, താൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ശരീരവും നമ്മളുടെ ആത്മാവാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ സ്ത്രീ ആവണോ പുരുഷനാവണോ, ആരോഗ്യമുള്ളൊരു ശരീരം നമുക്കുണ്ടാവണോ, അതോ അംഗവൈകല്യത്തോടു കൂടിയുള്ള ശരീരമാണോ നമുക്ക് വേണ്ടത്? കാലില്ലാതെ, കൈയില്ലാതെ, കണ്ണില്ലാതെ അംഗവൈകല്യത്തോടു കൂടിയ ഒരു ശരീരമാണോ നമ്മൾക്ക് ആവശ്യം എന്നുള്ളത് പൂർവ്വജന്മ കർമ്മഫലങ്ങൾ അനുസരിച്ച് നമ്മുടെ ആത്മാവ് തന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. അതുകൂടാതെ നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം, ഏത് സ്വഭാവത്തിലുള്ളവരായിരിക്കണം, എങ്ങനെയുള്ള പരിസ്ഥിതിയിലായിരിക്കണം നമ്മൾ ജനിക്കേണ്ടത്, ഏതൊക്കെ സമയത്ത് ഏതൊക്കെ വ്യക്തികളിലൂടെ നമുക്ക് കഷ്ടങ്ങൾ വരണം, ഏതൊക്കെ സമയത്ത് ഏതൊക്കെ രോഗങ്ങൾ നമുക്ക് വരണം എന്നൊക്കെ തീരുമാനിച്ച് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മുടെ ആത്മാവാണ്. നമ്മുടെ ആത്മാവെന്ന് പറയുന്നതാണ് നാം. നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. ഇതൊക്കെ ആത്മീയ സത്യങ്ങളാണ്. അപ്പോൾ ജയേട്ടനെ സംബന്ധിച്ച് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള തൻ്റെ ശരീരത്തിൽ യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം മരണം സംഭവിച്ചിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മങ്ങളിലുണ്ട്. മദ്യപാനത്തിലൂടെയും പുകവലിയിലൂടെയും മറ്റു ദുശീലങ്ങളിലൂടെയും ശരീരത്തിന് അനാരോഗ്യം വന്ന് മരണപ്പെട്ട പല ജന്മങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ ആത്മാവ് കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് താൻ വാഴുന്ന ശരീരത്തിനുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് ആ ആത്മാവ് പൂർവ്വജന്മങ്ങളിലെ അനുഭവങ്ങളിലൂടെ സ്വന്തമാക്കി കഴിഞ്ഞു. ആ മരണത്തിലൂടെ ആ പാഠത്തെ ആർജിച്ചു കഴിഞ്ഞ് പിന്നീട് യാതൊരുവിധ ലഹരി വസ്തുക്കളും ഉപയോഗിക്കാത്ത രീതിയിലുള്ള കുറച്ച് ജന്മങ്ങളിലൂടെ അദ്ദേഹം കടന്നു വന്നു. ആ ജന്മങ്ങളിലൂടെ ആ സ്ഥിതി അദ്ദേഹം നേടി. അത് കഴിഞ്ഞുള്ള ഈ ജന്മം, അതായത് കൃഷ്ണൻ നായർ അഥവാ ജയൻ എന്ന് പറയുന്ന ഈ ജന്മത്തിൽ യാതൊരുവിധ ലഹരി വസ്തുക്കളും ഉപയോഗിക്കാതെ ആ സ്ഥിതിയിൽ സ്ഥിരത്വം നേടിയ ഒരാത്മാവാണ് താനെന്ന് അദ്ദേഹം തെളിയിച്ചു. അതിനേറ്റവും വലിയ ഉദാഹരണം സിനിമാ നടൻ ജനാർദ്ദനൻ സാറിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഞാനും ജയനും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിലാണ് താമസിച്ചിരുന്നത്. ആ സമയത്ത് ഞാൻ 2 എണ്ണമൊക്കെ അടിക്കും. പക്ഷെ ഇവനോട് കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ചാലും അവനത് കഴിക്കില്ല. അവൻ ആ സമയത്ത് നാരങ്ങ വെള്ളം വാങ്ങിച്ച് കഴിച്ചിട്ട് ഞാൻ കഴിച്ചതിൻ്റെ ബില്ല് കൂടെ അവനങ്ങ് പേ ചെയ്യും. അതായിരുന്നു അവൻ്റെ സ്വഭാവം. അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ്. അതായത് ഒരുപാട് ജന്മങ്ങളിൽ താൻ ജീവിച്ച ശരീരത്തിന് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം മരണം സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം യാതൊരുവിധ ലഹരി വസ്തുക്കളും ഉപയോഗിക്കാതെ താൻ കൊണ്ടുവന്ന ശരീരത്തെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചിരുന്ന സ്ഥിതിയിലുള്ള കുറച്ച് ജന്മങ്ങളിൽ താൻ ജീവിച്ചു. അതിനുശേഷം ഈ ജന്മത്തിൽ താൻ ആ സ്ഥിതിയിൽ സ്ഥിരത്വം നേടി എന്നുള്ളത് വളരെ വ്യക്തമായി അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. ആത്മാവിനൊരൊറ്റ തീരുമാനമേ ഉള്ളൂ: എൻ്റെ ശരീരത്തിലേക്ക് യാതൊരുവിധ ലഹരി വസ്തുക്കളും ഞാൻ ഉപയോഗിക്കില്ല. കാരണം പൂർവ്വജന്മങ്ങളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചത് വഴി മരണം സംഭവിക്കുക എന്നുള്ള പാഠത്തെ ഞാൻ പഠിച്ചു. അതിനുശേഷം യാതൊരുവിധ ലഹരി വസ്തുക്കളും ഉപയോഗിക്കാത്ത സ്ഥിതിയിലുള്ള കുറച്ച് ജന്മങ്ങൾ ഞാൻ എടുത്തു. പിന്നീട് ആ സ്ഥിതിയിൽ സ്ഥിരത്വം നേടി എന്നുള്ളത് ആ ആത്മാവ് ഈ ജന്മത്തിൽ തെളിയിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നേവി ഓഫീസറായിരുന്നു. ഈ നേവിക്കാർക്ക്, ആർമിക്കാർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് കോട്ട എന്ന് പറയുന്നൊരു സംഭവം കിട്ടുമല്ലോ, മദ്യം. മാസം ആണെന്ന് തോന്നുന്നു മദ്യം കിട്ടും. അപ്പം മദ്യപിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനോ ഉള്ള എല്ലാവിധ സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം സിനിമാ നടനായപ്പോഴും പിന്നെ ഈ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യത്തിൻ്റെ ആ ഒരു അളവ് കൂടുകയാണ് ചെയ്തത്. അപ്പം കൂട്ടുകാർ നിർബന്ധിച്ചിട്ട് പോലും 1-2 എണ്ണമൊക്കെ കഴിച്ചാൽ ഇപ്പം നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഞങ്ങളൊക്കെ കഴിക്കുന്നില്ലേ? 1-2 പുകയെടുത്താലോ അല്ലെങ്കിൽ 1-2 ഗ്ലാസ് മദ്യം കഴിച്ചെന്ന് വെച്ചാലോ നിനക്ക് യാതൊന്നും സംഭവിക്കില്ല, ഞങ്ങളൊക്കെ ജീവിക്കുന്നില്ല ഈ ഭൂമിയിൽ, അതുപോലെ ജീവിക്ക് എന്നൊക്കെ പറഞ്ഞാൽ മായാ മനസ്സിന്, ഭൗതിക മനസ്സിന് അടിമപ്പെട്ട ഒരു വ്യക്തിയാണ് അതെങ്കിൽ, അല്ലെങ്കിൽ ഈ ആത്മാവിനെ അറിയാത്ത ആത്മാവല്ല ആ ശരീരത്തിൽ മുന്നിട്ട് നിന്നിരുന്നത് എങ്കിൽ, ഈ ഭൗതിക മനസ്സാണ് ആ ശരീരത്തെ ഭരിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് നിർബന്ധിക്കുമ്പോൾ, ഇപ്പോൾ ജനാർദ്ദനൻ സാർ പറയുന്നുണ്ട് അദ്ദേഹം നിർബന്ധിച്ചാൽ പോലും കഴിക്കാറില്ലെന്ന്. അപ്പോൾ അങ്ങനെ അടിമപ്പെട്ടു പോകുന്നൊരു വ്യക്തി ആയിരുന്നില്ല അദ്ദേഹം. കാരണം ആ സ്ഥിതിയിൽ അദ്ദേഹം സ്ഥിരത്വം നേടിയ ഒരാളാണ്. കാരണം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ ശരീരത്തിന് നാശം സംഭവിച്ച് മരണം സംഭവിച്ച ആ ജന്മങ്ങളിൽ ആ പാഠം അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം ആ സ്ഥിതിയിൽ സ്ഥിരത്വം നേടിക്കൊണ്ടിരിക്കുന്ന ജന്മങ്ങളിൽ ഒരു ജന്മമായിരുന്നു ഈ കൃഷ്ണൻ നായർ അഥവാ ജയൻ എന്ന് പറയുന്ന ഈ ജന്മം.
അതുകൊണ്ട് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ഇല്ലാതാക്കുന്നതാണ്. ഈ ശരീരത്തെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു ശരീരം, എത്ര പുണ്യം ചെയ്തിട്ടാണ് നമുക്ക് ഈ അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാത്ത ഇങ്ങനെയുള്ളൊരു ശരീരം കിട്ടിയത് എന്നുള്ളത് ആത്മാവിന് നന്നായിട്ടറിയാം. പക്ഷേ ഈ മായാ മനസ്സ്, ഈ ഭൗതിക മനസ്സിന് ഇതൊന്നും അറിയില്ല. അതുപോലെ തന്നെയാണ് പല സത്യങ്ങളും. ഈ മനസ്സിൻ്റെ, അതായത് ഈ മനസ്സ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിന് സത്യങ്ങൾ കേട്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. നിന്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നീ തന്നെയാണ് കാരണമെന്ന് പറഞ്ഞാൽ ഈ മനസ്സിന് അടിമപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാവില്ല. പക്ഷെ അത് ആത്മാവ്, അല്ലെങ്കിൽ ആത്മാവാണ് ആ ശരീരത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്, ആത്മാവാണ് അവിടെ ഭരിക്കുന്നത് എങ്കിൽ ആത്മാവിനൊരൊറ്റ തീരുമാനമുള്ളൂ, അവിടെ സത്യം മാത്രമേ ഉള്ളൂ. ആ സത്യം കേട്ടാലുടൻ മനസ്സിലാവും. അല്ലാത്ത പക്ഷേ ഈ മനസ്സിന് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് ഈ സത്യങ്ങളെ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല, ആര് പറഞ്ഞു കൊടുത്താലും. അപ്പോൾ ഇവിടെ ജയേട്ടനെ സംബന്ധിച്ച് തനിക്ക് കിട്ടിയ, അല്ലെങ്കിൽ താൻ കൊണ്ടുവന്ന ശരീരത്തിലേക്ക് യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും ഇടരുത് എന്നുള്ളൊരു ബോധം, ആ തിരിച്ചറിവോടുകൂടി ആ ആത്മാവ് ശരീരത്തിൽ ജീവിച്ചത് കൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിച്ചത്. അദ്ദേഹം ഒരിക്കലും മായാ മനസ്സിന്, ഭൗതിക മനസ്സിന് അടിമപ്പെട്ട് ജീവിച്ച ഒരാളല്ല എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണത്. അതാണ് ജയേട്ടൻ. അങ്ങനെയാണ് അദ്ദേഹം ഈ ഭൂമിയിൽ ആ 41 വർഷക്കാലം ജീവിച്ചത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് യാതൊരുവിധ ദുശീലങ്ങളും ഇല്ല, അല്ലെങ്കിൽ യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ ഇതുവരെ നിക്ഷേപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓർക്കുക, ഓൾറെഡി നിങ്ങൾക്ക് അനുഭവങ്ങളൊക്കെ കഴിഞ്ഞതാണ്. അതായത് പൂർവ്വജന്മങ്ങളിൽ നിങ്ങളുടെ ആത്മാവ് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ശരീരത്തിന് നാശം സംഭവിച്ച് മരണപ്പെട്ടിട്ടുള്ള ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ സ്ഥിതിയിൽ സ്ഥിരത്വം നേടാനായിട്ടുള്ള ജന്മങ്ങളിൽ ഒന്നാണ് ഈ ജന്മം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ആത്മാവ് തിരഞ്ഞെടുത്തിട്ടുള്ള ശരീരമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മായാ മനസ്സിന് അടിമപ്പെട്ട്, സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് ലഹരി വസ്തുക്കൾ നിക്ഷേപിക്കണം എന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ മായാ മനസ്സിന് അടിമപ്പെട്ടു എന്നാണ് അർത്ഥം. അവിടെ നിങ്ങൾ ആ അനുഭവത്തെ, നിങ്ങളുടെ ആത്മാവിൻ്റെ പൂർവ്വജന്മ അനുഭവത്തെ ലംഘിച്ചുകൊണ്ട്, ആ പഠിച്ച പാഠത്തെ നിങ്ങൾ മറന്നുകൊണ്ട് നിങ്ങളുടെ ഭൗതിക മനസ്സിന് അടിമപ്പെട്ട് നിങ്ങൾ വീണ്ടും തെറ്റ് ചെയ്തു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മാവ് വീണ്ടും കർമ്മചക്രത്തിൽ പെട്ടിട്ട് ഇതേ അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ശരീരത്തിന് രോഗങ്ങളും അല്ലെങ്കിൽ നാശങ്ങളും മറ്റുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിച്ച് മരണം സംഭവിക്കുക എന്നുള്ള ആ ഒരു രീതിയിലുള്ള ജന്മങ്ങൾ ഇനിയും ആത്മാവ് എടുക്കണം. കാരണം വീണ്ടും പാഠം പഠിച്ചതിനെ മറന്നുകൊണ്ട് വീണ്ടും മായാ മനസ്സിന് അടിമപ്പെട്ട് ഇവിടെ വന്ന് തെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അതേ കർമ്മചക്രത്തിൽപ്പെട്ട ആത്മാവ് ശരീരത്തിലൂടെ വീണ്ടും ഭൂമിയിലേക്ക് പുനരഭി ജനനം, പുനരഭി മരണം അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് സത്യം. അപ്പോൾ ഈ ഒരു അറിവ് ഈ ചാനലിലൂടെ എനിക്ക് എൻ്റെ ജയേട്ടൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ ഉദാഹരണ സഹിതം വ്യക്തമാക്കിക്കൊണ്ട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ അറിവുകളിലേക്ക് എന്നെ എത്തിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു വെച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അത് അദ്ദേഹവുമായുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ എനിക്ക് കണക്റ്റ് ആവുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ അറിവുകൾ ഇവിടെ എനിക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നതിൽ എൻ്റെ ജയേട്ടൻ്റെ ആത്മാവിനോട് എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയും സ്നേഹവും ഉണ്ട്. അതുപോലെ തന്നെ പ്രപഞ്ചത്തോടും. ഈ ചാനലിലൂടെ ഇങ്ങനെയൊക്കെ ഈ അറിവുകൾ എനിക്ക് ഒരാൾക്കെങ്കിലും ഒരാൾക്ക്, കേൾക്കുന്നവർ എത്ര പേരായിക്കോട്ടെ, കാണുന്നവർ എത്ര പേരായിക്കോട്ടെ, അതിലൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷെ ഒരാൾക്ക് ഇത് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിനെനിക്ക് കഴിയുന്നതിൽ ഈ പ്രപഞ്ചത്തിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരോടും എല്ലാത്തിനോടും എപ്പോഴും നന്ദി. താങ്ക് യു സോ മച്ച്.